ഹായ് ഫ്രണ്ട്സ്, വളരെ ചുരുങ്ങിയ മസാലക്കൂട്ട് മാത്രം ഉപയോഗിച്ച് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കരിമീൻ നാളികേരപ്പാലിൽ വറ്റിച്ചെടുത്ത കറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് ധന്യാസ് ഓണിൻ്റെ വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ. ഒരു ഫിഷിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കറിവേപ്പില, ഒരു ചെറുനാരങ്ങ നീര്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം കഴിക്കുന്ന സ്പൂണിൻ്റെ അളവിലാണ് ഒക്കെ എടുത്തിരിക്കുന്നത്. ഒരു മീനാണ് എടുക്കുന്നത്. ഇതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇത്തിരി മാംസമുള്ള മീൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ മസാല ഒക്കെ പുരട്ടി ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മൾ നാരങ്ങനീരൊക്കെ ചേർത്തിരിക്കുന്നത് കാരണം അതൊക്കെ മീനിലോട്ട് പിടിക്കാൻ വേണ്ടി 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഞാൻ അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ മീൻ മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു സൈഡ് ഒരു 5 മിനിറ്റ് മതി വേവാനായിട്ട്. അത് കഴിയുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ സൈഡും ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായ രീതിയിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേ ഫ്രൈ പാനിൽ തന്നെ നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ടുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മീൻ ഇതുപോലെ 2-3 വട്ടം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നാളികേരപ്പാൽ ഒരുമിച്ച് നമുക്ക് ഒഴിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു മീനേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ പിന്നെ നമ്മൾ ഇതിലോട്ട് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനാവശ്യമുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയുടെ ടേസ്റ്റാണ് കുറച്ച് കൂടി നിൽക്കേണ്ടത്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ അത് ആ നാളികേരപ്പാലിൻ്റെ മുകളിൽ വീഴത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ലേശം കറിവേപ്പിലയാണ്. പിന്നെ നമ്മളിതിലോട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, നാളികേരപ്പാലിന് വേണ്ട ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻ വറുത്ത പാത്രത്തിൽ തന്നെ നാളികേരപ്പാൽ ഒഴിച്ച് ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ ചെയ്ത് എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതും. അതും നാളികേരപ്പാലിന് മുകളിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇതുപോലെ നല്ലപോലെ തിളച്ച് നമ്മുടെ ഗ്രേവിയുടെ സെറ്റ് ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. അപ്പോൾ അത് അപ്പത്തിൻ്റെ കൂടെയും ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റായിട്ട് ഉള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇനി ഇതിനെല്ലാം കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ അതനുസരിച്ചിട്ട് വേണം തീ ഓഫാക്കാണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫാക്കാം. ഇനി തീ ഓഫാക്കിയതിന് ശേഷം നമ്മുടെ ഗ്രേവി കുറവാണെങ്കിൽ അപ്പോൾ നമ്മുടെ മീനും ഇതുപോലെ ഗ്രേവിയൊക്കെ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് നാളികേരപ്പാൽ ഇതേ പാത്രത്തിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഡിഷിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ പൂ പോലത്തെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം റെഡിയാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ പാലപ്പത്തിൻ്റെ കൂട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഈ ഒരു മീനിൻ്റെ കറിയുടെ കൂടെ ഈ ഒരു പാലപ്പാണ് കോംബോ വെച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റായിരുന്നു. ബ്രെഡിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് വളരെ ടേസ്റ്റായിരുന്നു കഴിക്കാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ റെഡിയാക്കാം എന്ന വീഡിയോ കാണാത്തവർ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ വെച്ച് മാത്രം തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ നാളികേരപ്പാലിൽ വറ്റിച്ചെടുത്ത കരിമീൻ്റെ ഫ്രൈ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വളരെ ഈസിയാണ്. കുക്കിംഗ് പഠിക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ.